ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ നൗഷാദ് കക്കാട്. പുതിയ ഒരു ഫോണായിട്ട് വന്നത് സാംസങ് ഫോൾഡ് 2, ഏറ്റവും ലേറ്റസ്റ്റ്. ആദ്യം ഫോൾഡ് വന്നത് ഫോൾഡ് 2 അതിൻ്റെ ഒരുപാട് പ്രത്യേകതയായിട്ട് വന്ന്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫോണിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായങ്ങൾ ചോദിക്കുക, ഞാൻ മറുപടി പറയുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഫോണ്. 7.6 ഡൈനാമിക് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഫുൾ ഗ്ലാസ് ആണ്, കോറില്ല ഗ്ലാസ് ആണ് പുതിയ വന്നത്. 3 ക്യാമറ, ഫ്ലാഷ്, ഫ്രണ്ടും അതുപോലെ ഫുൾ വ്യൂ സ്ക്രീനാണ്. യൂട്യൂബും ഒക്കെ ചാനൽ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഇവിടെ ഫുൾ വ്യൂവിൽ ഫ്രണ്ടിലും കാണും, അതേസമയം ഉള്ളിൽ ഒരേ സമയത്ത് കാണും. ഫ്രണ്ടിൽ വീഡിയോ ചെയ്യുമ്പോൾ സമയത്താണ് വീഡിയോ അവിടെ നിന്ന് പ്ലേ ചെയ്യും. ഇത് ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്യാം. അതുപോലെ ഉള്ളിൽ തന്നെ അതുപോലെ ചെയ്യുന്നതാണ്. 4K വീഡിയോ കാണാനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. പൈസ കൊടുത്ത് വാങ്ങുന്ന അതിൻ്റെ വാല്യൂ ഉണ്ട്. അത്യാവശ്യം ഫിലിം കാണാനും നമുക്ക് യൂട്യൂബ് കാണാനും ഒക്കെ അടിപൊളി സാധനമാണ്. 256 GB ആണ് ഇതിൻ്റെ മെമ്മറി. ഇതാണ് Z Fold 2. അപ്പോൾ പഴയതിനെ ഗാലക്സി ഫോൾഡ് എന്നും ഇതിന് ഗാലക്സി Z Fold 2 എന്നാണ് പറയുന്നത്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, പഴയ ഫോൾഡിന് ഇങ്ങനെ ഒരു ഫ്ലക്സ് മോഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കിങ്ങനെ ഫ്ലക്സ് മോഡിൽ വെച്ചിട്ട് നമുക്ക് യൂട്യൂബ് കാണാം, വീഡിയോ കോൾസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൺട്രോൾ പാനലും ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഡെക്സ്. അപ്പോൾ പഴയ ഫോൾഡിൽ ഇല്ലാത്തൊരു പുതിയ ഫീച്ചറാണ് ഈ ഡെക്സ്. ഡെക്സിന് ഇപ്പോൾ വയർലെസ് ആക്കിയിട്ടുണ്ട്. പഴയതിൽ നമ്മൾ വയർ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡെക്സ് മോഡ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു സ്മാർട്ട് TV ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്ന് വയർലെസ്ലി നമുക്ക് TVയിലേക്ക് നമ്മളുടെ ഫോൺ സ്ക്രീനിനെ ഒരു PC ഇൻ്റർഫേസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വിത്തൗട്ട് എനി വയേഴ്സ് നമുക്ക് പോസിബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ 120 Hz റിഫ്രഷ് റേറ്റാണ്. അതിപ്പോൾ നമുക്ക് എപ്പോൾ പോയാലും ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്. മോഷൻ സ്മൂത്ത്നെസ്സിൽ പോയി കഴിഞ്ഞാൽ 60 വേണോ 120 വേണോ. 120 ഓൾവേസ് അഡാപ്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും 120 ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പോകാൻ പറ്റും. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് QHD+ ആണ്. പക്ഷേ നമ്മൾ 120 ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫുൾ HDയിലേക്ക് മാറും. പിന്നെ ഒരേ സമയം നമുക്ക് 3 ആപ്ലിക്കേഷൻസ് ഒരേ സമയം യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ആപ്പ് പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ആപ്സിനെ പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ആ ആപ്പ് പെയർ ടച്ച് ചെയ്യുന്നു അപ്പോഴൊക്കെ ഞാനിവിടെ യൂട്യൂബ് പ്ലേ ചെയ്യും. അതേസമയം എൻ്റെ മെസ്സേജസ് ഇവിടെ കാണാം. ഗൂഗിൾ ക്രോമിൽ എന്തെങ്കിലും വായിക്കാം, അല്ലെങ്കിൽ ഇമെയിൽസ് നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. നല്ല ഓപ്ഷൻ. സെൽഫി ഒക്കെ നമ്മൾ കവർ സ്ക്രീനിൽ എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് തന്നെ ഹൈ റെസൊല്യൂഷൻ സെൽഫി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൽഫീസ് എടുക്കുന്നത്. ഫാന്റാസ്റ്റിക്. അപ്പോൾ നമുക്ക് അതിൽ അൾട്രാ വൈഡ് ആംഗിൾ മോഡ് ഉണ്ട്, അതുപോലെ മെയിൻ ക്യാമറ ഉണ്ട്, അതുപോലെ സൂം ലെൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സെൽഫീസ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിലുള്ള ഒരു വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഫ്രെയിമിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ സെൽഫ് വ്ളോഗേഴ്സിന് അല്ലെങ്കിൽ വേറൊരാൾ ഹെൽപ്പ് ചെയ്യാൻ, വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത ഒരാൾ ഒരു ട്രൈപോഡോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ സ്റ്റാൻഡാക്കി വെച്ചിട്ട് തന്നെ നമുക്കിതിൽ ഇവിടെ ഓട്ടോ ഫ്രെയിമിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഓട്ടോ ഫ്രെയിമിംഗ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോസ് തന്നെ നമുക്ക് വീഡിയോ, സെൽഫി അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ക്യാമറ നമ്മൾ തന്നെ സബ്ജക്റ്റിനെ എപ്പോഴും സെൻറ്ററിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വയ്ക്കും. ഓട്ടോമാറ്റിക്കലി പാൻ ചെയ്യും. ഒരു 1 to 2 മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മളതിനെ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. ബാക്കിയുള്ള എല്ലാം പഴയ മോഡുകളും ഇതിലുണ്ട്. സിംഗിൾ ടേക്ക്, ലൈവ് ഫോക്കസ് മോഡ്, അങ്ങനത്തെ എല്ലാ മോഡ്സും നമുക്ക് സ്ലോ മോഷൻ എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. അത് കൂടാതെ വേറെ ഒരു സംഭവം ഇതിൽ മാറ്റം വരുത്തിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 3 ക്യാമറാസ് ആണ്. 12 MP അൾട്രാ വൈഡ് ആംഗിൾ മെയിൻ ക്യാമറ, പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസ്. അതിന് 10x വരെ സൂം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡിലാണ് 2 IKG സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെയിം ഔട്ട്പുട്ടിലുള്ള 2 സ്പീക്കേഴ്സ്, Type-C ഹെഡ്ഫോൺ ജാക്ക് വിത്ത് സെയിം ചാർജിങ് പോർട്ട്. ഇതിൻ്റെ ഹിഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിൽ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതിലുള്ള പുതിയ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സെൽഫി ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ സ്ക്രീനിൽ തന്നെ ആപ്പ് കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ തന്നെ അത് ഇതിലേക്ക് സ്ക്രീനിലേക്ക് പോകും. ഒന്ന് കട്ട് ചെയ്ത്
വേറെ പുതിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗാലറി പോലെയൊക്കെയുള്ള ആപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ ക്യാമറ ഓപ്പൺ ചെയ്യാണ്, ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണുന്നതോടൊപ്പം തന്നെ എനിക്ക് ഗാലറിയിൽ കൂടെ എൻ്റെ ഗാലറീസിലുള്ള ഫോട്ടോസൊക്കെ നോക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീന് 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇപ്പോൾ പഴയ ഗാലക്സി ഫോൾഡ് 60 Hz വന്നത്. ഇപ്പോൾ 120 Hz റിഫ്രഷ് റേറ്റ് വളരെ ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ നമുക്കത് ഗെയിമിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വേറെ പുതിയതായിട്ട് എടുത്തു പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 7th ജനറേഷൻ ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പഴയതിനൊക്കെ നോച്ച് ആയിരുന്നു ഡിസ്പ്ലേ എങ്കിൽ ഫുൾ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ, അതായത് ക്യാമറ പഞ്ച് ഹോൾ ആണ് ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ മാക്സിമം സ്ക്രീൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈവൺ ഇൻസൈഡ് മെയിൻ സ്ക്രീനിലും അതേപോലെ നോച്ച് ഒഴിവാക്കി 7.6 ഇഞ്ച് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. വേറൊരു അഡീഷണൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു ഓപ്ഷൻ കാണാം, സ്ക്രീൻ ലേഔട്ട് ആൻഡ് സൂം. ഇതിൽ നമുക്ക് കാണാം സീ മോർ കണ്ടന്റ് അറ്റ് സെയിം ടൈം. അപ്പോൾ നോർമലി മൊബൈൽസിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ ഈ ഒരു ഒറ്റ സ്ക്രീൻ മാത്രമേ എനിക്ക് ഇങ്ങനെ തന്നെ മൊബൈലിൽ കാണുന്ന പോലെ കാണാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ ഞാനിവിടെ പോയിട്ട് ഡിസ്പ്ലേയിൽ പോയിട്ട് സെറ്റിങ്സിൽ ഇവിടെ സ്ക്രീൻ ലേഔട്ടിൽ പോയിട്ട് സീ മോർ കണ്ടന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, മൈ ഫയൽസ് ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ കാണുന്നതിൻ്റെ ഇപ്പോൾ ഞാൻ ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്താൽ അത് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ മെസ്സേജസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജസ് ഉണ്ട്. മെസ്സേജിൻ്റെ കോൺവെർസേഷൻ ഒരു പർട്ടിക്കുലർ മെസ്സേജസ് മാത്രമേ ഇവിടെ അപ്പിയറും, ബാക്കിയുള്ള മെസ്സേജസ് എനിക്ക് സ്ക്രോൾ ത്രൂ ചെയ്യാൻ പറ്റും. അതുപോലെ യൂട്യൂബ് ആണെങ്കിലും നമുക്ക് ലാപ്ടോപ്പ് ലേഔട്ട് ആയിരിക്കും ഈ ഓപ്ഷൻസിൽ നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ. അപ്പോൾ നമുക്കൊരു ടാബ്ലറ്റ് അല്ലെങ്കിൽ PC മോഡിലേക്ക് നമുക്ക് ഈ ഫോണിനെ ചേഞ്ച് ചെയ്യാനും പറ്റും. വെരി ഗുഡ്. ഇപ്പോൾ 6.2 ഇഞ്ച് കവർ സ്ക്രീനും 7.6 ഇഞ്ച് മെയിൻ സ്ക്രീനുമാണ് ഇത്. പിന്നെ ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന് 25 വാട്ട്സ് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് ബോക്സിൻ്റെ ഉള്ളിൽ ചാർജർ വരുന്നത്. ഇതിന് വയർലെസ് പവർ ഷെയർ ഓപ്ഷൻ ഉണ്ട്. റിവേഴ്സ്ലി നമുക്ക് മറ്റുള്ള വയറബിൾസിന് സാംസങ് ഗാലക്സി വാച്ച് അല്ലെങ്കിൽ ബഡ്സ് ലൈവ് പോലുള്ള ഡിവൈസിൽ വേറെ നോട്ട് 20 സെപ്പറേറ്റ്ലി ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. 4500 mAh ബാറ്ററിയാണ്. കണ്ടിന്യൂറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്രണ്ട് സ്ക്രീനിലാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മെയിൻ സ്ക്രീനിൽ തന്നെ കാണുന്നതിന് ജസ്റ്റ് തുറന്നാൽ തന്നെ അത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുക പോസ് ചെയ്യുക പോലെ ആവശ്യമില്ല. ഓക്കെ, അതാണ് ആപ്പ് കണ്ടിന്യൂ. അത് യൂട്യൂബ് എന്നല്ല, എന്ത് അപ്ലിക്കേഷൻസും ഇവിടെ വരും. എല്ലാ ആപ്ലിക്കേഷൻസും ആപ്പ് കണ്ടിന്യൂ. സെൽഫി ആണല്ലോ, ഇത് റിയർ ക്യാം സെൽഫിയാണ്. എന്താ സംഭവിച്ചത്, റിയർ ക്യാമറ യൂസ് ചെയ്തിട്ട് സെൽഫി. ഈ ക്യാമറ റിയർ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് സെൽഫി. കണ്ടിന്യൂറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്രണ്ട് സ്ക്രീനിലാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മെയിൻ സ്ക്രീനിൽ തന്നെ കാണുന്നതിന് ജസ്റ്റ് തുറന്നാൽ തന്നെ അത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുക പോസ് ചെയ്യുക പോലെ ആവശ്യമില്ല. ഓക്കെ, അതാണ് ആപ്പ് കണ്ടിന്യൂ. അത് യൂട്യൂബ് എന്നല്ല, എന്ത് അപ്ലിക്കേഷൻസും പുറത്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. എല്ലാ ആപ്ലിക്കേഷൻസും ആപ്പ് കണ്ടിന്യൂസ് ആണ്. ക്യാമറ ഇപ്പോൾ സെൽഫി ആണല്ലോ, ഇത് റിയർ ക്യാം സെൽഫിയാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ റിയർ ക്യാമറ യൂസ് ചെയ്തിട്ട് ഇന്ന് സെൽഫി എടുക്കണം. റിയർ ക്യാമറ യൂസ് ചെയ്ത് ഈ ക്യാമറ റിയർ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഈ സെൽഫി എടുക്കുന്നത്. പിന്നുള്ളൊരു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങളെ ലൈക്കും കമൻറ്റുമാണ് എൻ്റെ വിജയം. അടുത്ത വീഡിയോ ആയിട്ട്, ഒറിജിനൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. നൗഷാദ് കക്കാട്.